എൻ്റെ 60-ാം പിറന്നാളാണ്. ഒരു കൊല്ലമായിട്ട് ഇത് ആലോചിക്കാൻ തുടങ്ങിയിട്ട്. കഴിഞ്ഞ കൊല്ലം മുത്തശ്ശിയുടെ പിറന്നാളിന്റെ സമയത്താണ് ഈ കൊല്ലം അച്ഛന്റെ പിറന്നാളുണ്ട്. അപ്പോൾ ആ സമയം മുതലേ ചിന്തിച്ചു തുടങ്ങിയതാണ്. പൂജകളിൽ മാത്രമല്ല, എല്ലാം കൊണ്ടും എല്ലാവരെയും ചേർത്ത് പിടിച്ച് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ജാതിമത ചിന്തകളില്ലാതെ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകാൻ പൂജകൾ മാത്രം ആ ഒരു നമ്പൂരിത്തം പ്രകടിപ്പിച്ചുകൊണ്ടും പ്രവൃത്തി ചെയ്തതായിക്കൊണ്ടും മുന്നോട്ട് പോകുന്ന ആളാണ്. ബാക്കിയുള്ള സമയം എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് നല്ല രീതിയിൽ ഞങ്ങളെയും അങ്ങനെ തന്നെയാണ് കൊണ്ടുപോകുന്നത്. കൈവണങ്ങാനരേ ഉള്ളിലാടും അഗ്നി പോലെ വെട്ടമുണ്ടോ വേറെ ഉടക്കമായൊരുക്കമായി പടക്കളം പിടിക്കണം, ഉരുക്കുകൾ അഴിക്കണം, ജപിക്കണം, ജയിക്കണം. പല ആൾക്കാരെ പല ദിക്കുന്നും വന്നിട്ടുണ്ട്. എൻ്റെ അമ്മയുടെ സ്ഥലത്തുനിന്നും അമ്മയുടെ അച്ഛൻ്റെ സ്ഥലത്തുനിന്നും അമ്മയുടെ സ്ഥലത്തുനിന്നും പല ദിക്കുന്നുമായിട്ട്. പിന്നെ നമുക്ക് പല വിധത്തിലുള്ള ഗ്രൂപ്പുകളുണ്ട്. സ്കൂൾ ഗ്രൂപ്പുണ്ട്, തന്ത്രിമാരുടെ ഗ്രൂപ്പുണ്ട്, പര്യന്മാരുടെ ഗ്രൂപ്പുണ്ട്. കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള ആൾക്കാർ ഇന്നിവിടെ പങ്കെടുത്തിട്ടുണ്ട്. എന്തോ ഭാഗ്യം കൊണ്ട്, തൃപ്രകൊട്ടമ്മൻ്റെ കടാക്ഷം കൊണ്ടോ എന്തോ ഇവരുടെ രീതിയിൽ കുഴപ്പമില്ലാത്ത രീതിയിൽ സംഗതി. ഇനിയും ഒരുപാട് കാലം ദീർഘായുസോടെ ആയുസ്സും ആരോഗ്യവും കിട്ടി ഞങ്ങളെയും ഞങ്ങളെ അടുത്ത തലമുറയെയും ഇതേപോലെ പരിപാലിക്കാനുള്ള ശക്തി പ്രങ്ങോട്ടപ്പൻ കൊടുക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. നല്ലൊരു പിറന്നാൾ ആശംസകൾ.